തിരുവനന്തപുരം ഗൗഡ സാരസ്വത ബ്രാഹ്മണ മഹാസഭയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് അവിടുത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആഷാഢ ഏകാദശി ഉത്സവമായിട്ട് നടന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണി വരെയുള്ള ആ സമയം ഭജനോത്സവം എന്നുള്ള രീതിയിൽ ആരംഭിച്ചു. ആദ്യമായിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. കാരണം വരുന്ന എല്ലാവർക്കും എല്ലാ സമയവും ഫുഡ് മറ്റുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആര് വന്നാലും ഭജന ചെയ്യാനായിട്ടുള്ള ഒരു അവസരം. അങ്ങനെ രാവിലെ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഹരി ഗുരു പ്രസാദം നമുക്ക് വേണം. അപ്പോൾ വനിതാ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ പൂജാ റൂമിലെ വിളക്ക് തെളിച്ചു. ഭഗവാനോട് പ്രാർത്ഥന നടത്തിയതിന് ശേഷം ഗുരുപൂജയും ഗണപതി പൂജയും ഷോഡശ മാതൃകാ പൂജകളുമൊക്കെ നടത്തി. ഭഗവാന് അന്ന് ഏകാദശി ദിവസം അരി ആഹാരം ഒന്നും നിവേദിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് എല്ലാ 3 നേരമായിട്ടാണ് നമ്മൾ പൂജ ചെയ്യാമെന്ന് കരുതിയിരുന്നത്. അപ്പോൾ 3 നേരവും ഫ്രൂട്ട്സ് സുഫലങ്ങൾ കരുതിയിരുന്നു. അങ്ങനെ രാവിലത്തെ പൂജാ സമയത്ത് സുഫലങ്ങൾ നിവേദ്യം ചെയ്ത് ഭഗവാന് ആരതി കാണിച്ചു. ആ ആരതി കൊണ്ടാണ് ഞങ്ങൾ ആദ്യം ആ നിലവിളക്ക് തെളിയിച്ചത്. അങ്ങനെ അഖണ്ഡ ഭജനയ്ക്കുള്ള തിരി തെളിഞ്ഞു. ഭജനയും ആരംഭിച്ചു. രാവിലെ തന്നെ സൂർദാസ് ഭജന മണ്ഡലി ട്രിവാൻഡ്രമാണ് ഭജന പ്രാരംഭം ചെയ്തത്. അങ്ങനെ പ്രഭാത ഭക്ഷണത്തിനുള്ള സമയമായി. ഏകാദശി ആയതുകൊണ്ട് അരിയാഹാരങ്ങൾ, ഇഡ്ഡലി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല, എല്ലാവരും വ്രതത്തിലായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് രാവിലെ തന്നെ ഗോതമ്പിൻ്റെ ഉപ്പുമാവ്, ഗോതമ്പ് റവയുടെ ഉപ്പുമാവ്, അതോടൊപ്പം നല്ല അടിപൊളി അച്ചാറുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഒരു ഗ്ലാസ് ഇവിടെ വന്നില്ല, ഞങ്ങൾ ഇതും കൊണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏതൊരു പരിപാടിയുടെയും വിജയം. അപ്പം എല്ലാവരും അതിൽ പങ്കെടുക്കുമ്പോൾ അവിടെ എന്താണ് ഫുഡ് എന്നുള്ളതല്ല, മറിച്ച് എല്ലാവരുടെയും GSB മഹാസഭ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു നെടും തൂണെന്ന് തന്നെ പറയാം.
എല്ലാവരുടെയും പരസ്പര ധന സഹകരണം. നമ്മൾ രാവിലെ അവിടെ ഭക്ഷണം കഴിക്കുന്നു, ഇവിടെ കണ്ടിന്യൂസ് ഭജനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. 7 മണി തൊട്ട് രാത്രി 7 മണി വരെ അഖണ്ഡ ഭജന തന്നെ. योगीनाथ तैवांत പെടവനാഥം കാന്തപ്പ. बालकृष्ण पै निरूपेश मूलगो कॉलेज आंदू बायोकेमिस्ट्री असिस्टेंट प्रोफेसर जमा करता. जितेश शेनाई फ्रॉम नालनी. राकेश पै आईटी फील्ड बालकृष्ण पै नकुल बावदर. बालकृष्ण पै श्रीवाणी चांगड़ा सर चांजागी मुंतरी स्वागत करता. श्रीवाणी के संगीता पै हुमायूं स्वागत करता. संगीता पै अनन्या कोई ग्राम सभा स्वागत करता. बालकृष्ण पै प्रत्येक इंट्रोडक्शन आवश्यक एक भजनामृतम के एक ग्रुप फॉर्म करना. जितेनादो ज्ञान राजा सुपात्र गया आठवीं महापुण्य राशि. नमस्कार साष्टांग श्री सद्गुरु ज्ञानेश्वराजी. गुरु ब्रह्मा गुरु विष्णु गुरुदेवो महेश्वरा. गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः. तस्मै श्री गुरवे नमः. तस्मै श्री गुरवे नमः. कुंडलिका वरदे ज्ञानियांचे राज गुरु महाराज. 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 ज्ञानियांचे राज
Guru Maharaj, Pandi Jnanadev, Pandi Jnanadev. അങ്ങനെ നമ്മുടെ ആദ്യത്തെ അഖണ്ഡ ഭജനയ്ക്ക് പങ്കെടുക്കാനായിട്ട് ആലപ്പുഴയിൽ നിന്നും ഒരു ടീം ഹരിഗുരു സേവക് അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി അവരുടെ ഭജന സമയം കഴിഞ്ഞതിന് ശേഷം അവർക്കെല്ലാവർക്കും ഓരോ പൊന്നാട ഞങ്ങളുടെ പ്രസിഡൻറ്റും മെമ്പറും എല്ലാവരും കൂടെ ചേർന്ന് അവരെ ആദരിച്ചു. അവരും ഒരുപാട് സന്തോഷമാണ്. കാരണം ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് അവർക്കും സാധിച്ചു എന്നുള്ളത് മാത്രവുമല്ല, അവർ വന്നതിന് ശേഷം അവർ നല്ല ഒരു ഭജന തന്നെയാണ് ഭഗവാന് വേണ്ടി സമർപ്പിച്ചത്. മുന്നോട്ടും ഞങ്ങൾ നടത്തുമ്പോൾ അവരുടെ സാന്നിധ്യം, മഹനീയമായ സാന്നിധ്യം ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങളവരോട് അപ്പോഴേക്കും സമയം ഏകദേശം 1:30 കഴിഞ്ഞു. ഉച്ചയ്ക്കത്തെ മെനു എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉപ്പുമാവ് റവ അല്ലാതെ കഞ്ഞിറവ എന്ന് പറയുന്നൊരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെയാണ് അതിൻ്റെ ചോറുണ്ടാക്കി, കഞ്ഞിയല്ല ചോറുണ്ടാക്കി. അതോടൊപ്പം തന്നെ നമ്മുടെ കൊങ്ങണി ഫുഡാണ് എല്ലാം. എളിച്ചുകേരി, സുർണ പച്ചട്ടി, അതായത് നമ്മുടെ ചേനയുടെ ഒരു അച്ചാർ പോലെയുള്ളൊരു സാധനമാണ്. പിന്നെ എളിച്ചുകേരി, അത് നമ്മുടെ കായും ഈ പറഞ്ഞ പോലെ ചേനയും ചെറുപയറും ഒക്കെ ഇട്ട് ചെയ്യുന്ന ഒരു കറി കൂടിയാണ്. പിന്നെ നല്ല ചേനയും അതുപോലെ പയറും ഇട്ടുള്ള ഉക്കേരി എന്ന് പറയും, ഉപ്പേരി, അതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ദാളി തോയ എന്ന് പറഞ്ഞാൽ പയറ് കറിയാണ്. പിന്നെ ഒരൽപ്പം പുളിശ്ശേരിയുണ്ട്. പിന്നെ അമ്പ്യാമ്പേട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ, പഴുത്ത മാങ്ങയും അതോടൊപ്പം തന്നെ ശർക്കരയും ഇട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു ഡിഷ് കൂടിയാണ്. അപ്പോൾ എല്ലാം ഒരു സ്വീറ്റ്സ് കൂടെയായി എന്ന് വിചാരിച്ചുകൊണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഹീരി എന്ന് പറയുന്ന, അതായത് നമ്മുടെ ഈ സൂചി ഗോതമ്പും അതുപോലെ അണ്ടിപ്പരിപ്പും ശർക്കരയും ഒക്കെ ഇട്ട് പായസം പോലെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഹീരി. ഉച്ചയ്ക്ക് ശേഷം മാളയിൽ നിന്നുള്ള അവരുടെ ഭജനകൾ. മാളയിൽ നിന്നും അവർക്കും ഫോട്ടോ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, നമ്മളൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു പ്രതിഫലേച്ഛയും കൂടാതെ ലക്ഷ്മിയെ കാബൂ അവരെ നമ്മൾ റെസ്പെക്ട് അപ്പോൾ അവരും നമ്മളോട് സഹകരിച്ചു ഉണ്ടായിരുന്നു. എസ് പി മഹാസഭാ ഒരുപാട്
ഒരുപാട് നന്ദി. ഭജനയുടെ ഇടയ്ക്ക് നമ്മുടെ വനിതാ വിഭാഗത്തിൻ്റെ നമ്മുടെ വിളക്കിന് ചുറ്റും മനോഹരമായ കോൽക്കളി ഉണ്ടായിരുന്നു. എല്ലാവർക്കും അത് വളരെയധികം എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചു. വൈകുന്നേരത്തെ ആയപ്പോഴേക്കും നമ്മുടെ ചായയും കടിയും റെഡി ആയിട്ടുണ്ട്. വിത്ത് ചായ, വിത്തൗട്ട് ചായ. ഷുഗറുള്ളവർക്ക് വിത്തൗട്ട് ചായയും കരുതിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നല്ല അടിപൊളി ബജ്ജയും, നല്ല ചൂട് ബജ്ജയാണ്, ചൂട് ചായയായിരുന്നു. വേണമെങ്കിൽ അവിടെ നമ്മൾ ഉച്ചയ്ക്കെടുത്ത സുർണാപ്പച്ചട്ടി ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്തൊന്ന് കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി സ്വാദ് തന്നെയാണ്. അപ്പോൾ താഴത്തെ ഫ്ലോറിലായിരുന്നു നമ്മുടെ ഭജനയും കാര്യങ്ങളൊക്കെ നടന്നത്. മുകളിലത്തെ ഫ്ലോറിൽ ഫുഡും കാര്യങ്ങളൊക്കെ നടന്നു. കാരണം എല്ലാം കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് താഴെ ഭജനയും കാര്യങ്ങളും, മുകളിൽ വരുന്നവർക്ക് ആവശ്യാനുസരണം 1 or 2 ബജ്ജ, ലിമിറ്റഡ് ഒന്നുമല്ല, അൺലിമിറ്റഡ് ഫുഡ് തന്നെയാണ് അവിടെ അറേഞ്ച് ചെയ്തത്. കാരണം ഇവരൊക്കെ തിരിച്ച് വീട്ടിൽ പോയിട്ട് ഫുഡുണ്ടാക്കി കഴിക്കുക അതൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാവരും സിറ്റിക്കകത്ത് തന്നെയല്ല, സിറ്റിയുടെ വെളിയിലായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ് നമ്മുടെ ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ കുടുംബാംഗങ്ങളെല്ലാവരും. പക്ഷേ എല്ലാവരും ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ എത്തിച്ചേരാറുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് നമ്മൾ കരുതുന്നത്. വൈകുന്നേരം 7 മണി ആയപ്പോഴേക്കും നമ്മുടെ ഭജന അവസാനിക്കാറായി. ഇനി ചെയ്യുന്ന ചടങ്ങ് വിളക്ക് അകത്തുകൊണ്ട് ഭഗവാന്റെ നടയിൽ സമർപ്പിക്കുക. ഭഗവാനും വിളക്കിലും ഭഗവാനെ തന്നെയാണ് നമ്മൾ പൂജിക്കുന്നത്. അപ്പോൾ വിളക്ക് അകത്തുകൊണ്ട് പൂജാ റൂമിൽ വെച്ചതിന് ശേഷം വിഷ്ണു ഭഗവാനെയും അതുപോലെ വിളക്കിനെയും ആരതി കാണിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ ധാരാളം ഭജനകൾ നടന്നിരുന്നു. എല്ലാ ഭജനകളും ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. അറിവെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ ചേർന്ന് സമൂഹ പ്രാർത്ഥന, നമുക്ക് നമ്മുടെ സുരേന്ദ്ര തീർത്ഥസ്വാമി കൽപ്പിച്ച എന്ന പ്രാർത്ഥനയുണ്ട്, സമൂഹ പ്രാർത്ഥനയുണ്ട്. നിത്യവും നമ്മുടെ പൂജാ സമയങ്ങളിൽ അവസാനം നമ്മളത് ചൊല്ലിയിട്ടാണ് നിർത്തുന്നത്. അങ്ങനെ നല്ലൊരു ഭജന, അഖണ്ഡ ഭജന നടത്തുവാനായിട്ട് ഹരിഗുരു കൃപയാൽ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും മുന്നോട്ടും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ.
അതിനുശേഷം വന്ന എല്ലാവർക്കും രാത്രിയും ഭക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല. കാരണം ഇത്രയും സമയമായപ്പോഴേക്കും നമ്മുടെ ബാറ്ററി എല്ലാം തീർന്നു. അപ്പോൾ എന്തായാലും വരും വർഷങ്ങളിൽ ഇതിലും ഭംഗിയായി നടത്താൻ ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന്